എക്സാമിന് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയൊരു ഓപ്ഷനാണ് ഗ്രൂപ്പ് സ്റ്റഡി എന്നുള്ളത്. ചില സ്റ്റുഡൻസിന് അവരുടെ വീട്ടിൽ ആ റൂമിൽ ഇരുന്ന് പഠിച്ചാൽ മാത്രമേ മനസ്സിലാവുള്ളൂ, എക്സാമിന് എഴുതാനും കഴിയുള്ളൂ. പക്ഷെ ചില സ്റ്റുഡൻസിൻ്റെ കേസിൽ ഗ്രൂപ്പ് സ്റ്റഡി നടത്തിയാൽ മാത്രമേ നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയുള്ളൂ. അപ്പോൾ എങ്ങനെയാണ് ഗ്രൂപ്പ് സ്റ്റഡി നടത്തേണ്ടത്? പഠിക്കുന്ന 3-4 ഫ്രണ്ട്സിനെ മാത്രം സെലക്ട് ചെയ്യാം. അവിടെ വെറുതെ ഇരുന്ന് തമാശ പറയുന്ന ഫ്രണ്ട്സിന് നമുക്ക് ആവശ്യമില്ല. പഠിക്കുന്ന 3-4 ഫ്രണ്ട്സിനെ മാത്രം എന്ത് ചെയ്യുക, സെലക്ട് ചെയ്യാം. നമ്മൾ ഏത് സബ്ജക്റ്റ് ആണ് പഠിക്കുന്നത്, ഫിസിക്സ് ആണോ മാത്സ് ആണോ, ഏത് സബ്ജക്റ്റ് ആയിക്കോട്ടെ, അതിൽ ഏത് ചാപ്റ്റർ മുതലാണ് നമ്മൾ പഠിക്കാൻ തുടങ്ങുന്നത് എന്ത് ചെയ്യാം, ഫിക്സ് ചെയ്ത് വെക്കാം. അതുപോലെ ആ ചാപ്റ്റർ എത്ര ടൈമിൻ്റെ ഉള്ളിൽ തീർക്കണം എന്നുള്ള കൂടി നമ്മൾ എന്ത് ചെയ്യണം, ടൈം ഫിക്സ് ചെയ്ത് വെക്കണം. നമ്മൾ പഠിക്കാൻ എടുക്കുന്ന ആ ചാപ്റ്ററിലെ ടോപ്പിക്സ് എന്ത് ചെയ്യാം, എല്ലാവരും ഒരുപോലെ ഡിവൈഡ് ചെയ്തെടുക്കാം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാം, ഒരു 20-25 മിനിറ്റ് ഇൻഡിവിജ്വൽ സ്റ്റഡി, നമുക്ക് കിട്ടിയ ടോപ്പിക്ക് നമ്മൾ എന്ത് ചെയ്യാം, നന്നായിട്ട് പഠിച്ചിട്ട് മാക്സിമം 20-25 മിനിറ്റ് അത് പഠിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഗ്രൂപ്പിൽ എക്സ്പ്ലെയിൻ ചെയ്യാം. ശ്രദ്ധിക്കണം, നമ്മൾ പറയുന്ന കാര്യം ആർക്കും മനസ്സിലാകണം, നമ്മുടെ മുന്നിലിരിക്കുന്ന നമ്മുടെ ഫ്രണ്ട്സിന് മനസ്സിലാക്കണം. അപ്പോൾ അതുപോലെ എല്ലാവരും എക്സ്പ്ലെയിൻ ചെയ്യാം. ഗ്രൂപ്പിൽ ഡൗട്ട്സ് ഒക്കെ വരികയാണെങ്കിൽ അപ്പോൾ തന്നെ എന്ത് ചെയ്യാം, ക്ലിയർ ചെയ്യാം. പഠിക്കുമ്പോൾ തന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ എവിടെ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് നമുക്ക് കളക്ട് ചെയ്യാൻ കിട്ടും, അതൊക്കെ നോക്കിയിട്ട് നമ്മൾ പഠിച്ച ഭാഗവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ക്വസ്റ്റ്യൻ വന്നോ നോക്കാം. എന്നിട്ട് നമ്മൾ ക്വസ്റ്റ്യൻ ചോദിക്കുക, മറ്റുള്ളവർ ആൻസർ പറയാം. അതുപോലെ അവർ നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിക്കുക, നമ്മൾ എന്ത് ചെയ്യുക, ആൻസർ പറയാം. ഈ രീതിയിൽ പോകണം എന്ത്, നമ്മുടെ ഗ്രൂപ്പ് സ്റ്റഡി. ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഫിക്സ് ചെയ്ത ടൈമില്ലേ അതിൻ്റെ ഉള്ളിൽ ഇത് ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ടുണ്ടോ എന്ന് ശ്രദ്ധിക്കണം. ആരും എക്സാമിൻ്റെ തലേ ദിവസം പോയി എന്ത് ചെയ്ത് ഗ്രൂപ്പ് സ്റ്റഡി നടത്തരുത്. അത് കുറച്ച് മുന്നേ നടത്തേണ്ട ഒരു കാര്യമാണ്.